ഇല്ലില്ല, ഞാൻ അങ്ങനെ വിഷമിക്കുന്ന ആളല്ല. സങ്കടം വരും മനുഷ്യരാകുമ്പോ, പക്ഷേ ഞാനത് ഓവർകം ചെയ്യും. കാരണം ഒറ്റയ്ക്ക് വഴിവിട്ട് വന്ന ആളാണ്. ഈ ബിഗ് ബോസ് ജസ്റ്റ് ഇറങ്ങിയതിന്റെ ഒരു സന്തോഷം അല്ല സങ്കടം, ഇറങ്ങിയതിന്റെ സന്തോഷവും സങ്കടം എന്താ അറിയണ്ടേ? ബിൻസി, ഇറങ്ങിയ സമയത്ത് ലാലേട്ടനെ കാണുമ്പോൾ ഒരു കാര്യം പറയണ്ടേ, എന്നെ ഒന്ന് പുറത്താക്കാതിരിക്കാൻ പറ്റുമോ ലാലേട്ടാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു എവിക്ഷൻ. എനിക്ക് തോന്നുന്നു നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നൊരു എവിക്ഷൻ ആയിപ്പോയി. അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ അവിടെ പറഞ്ഞ പോലെ, ഇത് ഗെയിമാണ്, അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ലക്ഷക്കണക്കിന് പേരിൽ നിന്ന് എൻ്റെ ബിഗ് ബോസ് എന്ന മഹാലക്ഷ്യത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഞാൻ വിജയിച്ച് കഴിഞ്ഞു. അപ്പം 2 ആഴ്ച അവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പക്ഷേ ഈ എവിക്ഷൻ ഈ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഇതിനകത്തുള്ള ആൾക്കാർ വരെ പറയുന്നുണ്ട്, പ്രേക്ഷകരും പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങൾ പ്രേക്ഷകരായിരുന്നു എനിക്ക് വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എന്നാ ചെയ്യാന്നേ? ചെയ്തിരുന്നേ കുറച്ചുകൂടെ ദിവസം എനിക്ക് നിൽക്കാറുണ്ടല്ലോ. അപ്പം കൂടുതലൊന്നും പറയാനില്ല. വിധി ചിലപ്പോൾ അതായിരിക്കും. എന്തായാലും സ്വപ്നം കണ്ട പ്ലാറ്റ്ഫോം ആയിരുന്നു. 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച അവിടെ നിൽക്കാൻ പറ്റിയതിൽ അഭിമാനിക്കുന്നു. വീട്ടില് ഞാൻ ഫോണൊക്കെ എനിക്ക് കുറച്ച് മുന്നേ കിട്ടിയതേ ഉള്ളൂ. വീട്ടുകാരെ വിളിച്ചു. അവരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ബട്ട് ഇതും കടന്നു പോയിരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എല്ലാരെയും ഞാൻ കാണാം, നമുക്ക് എല്ലാരെയും കാണാം, സംസാരിക്കാം. ആദ്യത്തെ ആഴ്ചയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അവിടെ, രണ്ടാമത്തെ വീക്കിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ ബേസിക്കലി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അവിടെ ഞാൻ ഇത് എങ്ങോട്ടാ അവിടെ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പ്രതികരിച്ചിരുന്നു. ആവശ്യമുള്ള സമയത്തൊക്കെ ശബ്ദം ഉയർത്തിയിരുന്നു. അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം ചില സമയത്ത് നിങ്ങൾക്ക് ആക്റ്റീവ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തത്. അല്ല ബിൻസി, ഇപ്പൊ അകത്തുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ അനീഷിനെതിരെ ഭയങ്കരമായിട്ട് ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് അനീഷിനെതിരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിൻസിയും അനീഷിനെതിരെ ഒരു ഭയങ്കര ടോക്ക് ഉണ്ടായി. അതുകൊണ്ടൊക്കെയാണ് പുറത്തായി എന്ന് വിചാരിക്കുന്നുണ്ട്? ഇല്ല, അങ്ങനൊന്നും വിചാരിക്കുന്നില്ല. പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കണമല്ലോ. ഇപ്പൊ അനീഷ് അല്ല ആരാണെങ്കിലും ഞാൻ പ്രതികരിക്കും. അതിന്റെ പേരിൽ മാത്രം ഒരാളെ ബിഗ് ബോസ് ഔട്ട് ആക്കുമെന്ന് അല്ലെങ്കിൽ പ്രേക്ഷകർ വോട്ട് ചെയ്ത് ഔട്ട് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശരത് ബ്രോ ഭയങ്കര എഫോർട്ട് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓഫ് കോഴ്സ് അവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ശരത് ബ്രോ ആയിട്ട് 2-3 ദിവസമായിട്ട് ഒരു ചങ്ക് വൈബ് ഉണ്ടായിരുന്നു. ശരത് ബ്രോ ആണെങ്കിലും അക്ബറിക്കൊക്കെ ആയിട്ടാണെങ്കിലും മേ ബി അതുകൊണ്ടാവാം. പുറത്ത് ഈ അക്ബറും ശരത്തും കൂടി ഈ അയൽക്കൂട്ട പരിപാടിയാണെന്ന് പറഞ്ഞ് പുറത്ത് ഭയങ്കര കമന്റ് വരുന്നുണ്ട്. അപ്പം ഈ അയൽക്കൂട്ടത്തിൽ കൂടിയത് കൊണ്ടാണ് ബിൻസി പെട്ടെന്ന് പുറത്തു പോകാൻ കാരണം എന്ന് പറയുന്ന ആൾക്കാർ. ആദ്യം അയൽക്കൂട്ടം എന്ന് പറഞ്ഞ ആൾക്കാരോട് ചോദിക്കുക എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. എനിക്കറിയില്ല അതിനെ കുറിച്ച്. അപ്പം സോറി. അല്ല, ബിൻസി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പം അവിടെ ഇത്രയും പോലെ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ ലാൻഡ് ചെയ്തതേ ഉള്ളൂ, ജസ്റ്റ് ലാൻഡഡ്. നമുക്ക് കാണാം, സംസാരിക്കാം. ലവ് യു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത്രയും വർഷം കാത്തിരുന്നിട്ട് ഒരു ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടി, പക്ഷെ അത് ഒരു ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ഇറങ്ങി വന്നു? അപ്പം അതിനെന്താണ് പറയാനുള്ളത്? ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ എത്തി നിൽക്കാൻ പറ്റി. അത് തന്നെ ഭയങ്കര ഒരു ലൈഫിലെ ബ്ലെസ്സിങ് ആയിട്ട് തോന്നുകയാണ് എനിക്ക്. സോ ചെറിയൊരു വിഷമമുണ്ടെങ്കിലും ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇനിയും ഇതിലും വലിയ അത്ഭുതങ്ങൾ ലൈഫിൽ സംഭവിക്കാനിരിക്കുന്നുണ്ട് എനിക്ക്. അതിനുവേണ്ടിയുള്ള എൻ്റെ ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ ആർ ജെ കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം സ്ത്രീകൾക്ക് എതിരെ ഈ അക്ബറിന്റെ ഒരു ഭയങ്കര പ്രസ്താവന ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി, അപ്പോൾ അത് പുറത്ത് ഭയങ്കര ചർച്ചയായിട്ടും ലാലേട്ടൻ പേര് അത് എപ്പിസോഡിൽ പറഞ്ഞു. ആദ്യം പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ അതൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കാണും. ഒരു സ്ത്രീയെ ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആർ ജെ ബിൻസി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അതൊക്കെ നമുക്ക് പറയാം. ഞാൻ വരും, നമ്മളെല്ലാരും കാണും, സംസാരിക്കും. ഓക്കെ, ഇത്ര നേരം കാത്തു ഇത്രയും ദിവസമായിട്ടുള്ള ആര് കപ്പടിക്കാൻ അല്ലെങ്കിൽ ആര് ഒരു ഫൈനൽ 5 ആരെത്തുന്നാണ് ബിൻസിക്ക് പറയാനുള്ളത്? ഇതിപ്പോ ഒരു മിനി ഇന്റർവ്യൂ ഇവിടെ കഴിഞ്ഞല്ലോ. ഇനി ഇതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം, സംസാരിക്കാം. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. മൈക്ക് വെച്ച് ഞാൻ കീഴടങ്ങാണ്. ഗൈസ് പിടിക്കേ ബിൻസിക്ക് ശരിക്കും വിഷമമുണ്ടല്ലോ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങി വന്നതിൽ? ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആളാണ്. ഇങ്ങനൊന്നും എന്നെ തളർത്താൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ തളരത്തില്ല. ഇല്ലില്ല, നോക്ക് കാര്യമായിട്ട് നോക്ക്. ഒട്ടും ഇത്രയും ക്യാമറ കൊണ്ട് വെച്ച് അതിന്റെ ഫ്ലാഷ് ഓൺ ആക്കി എന്നെ ചൂടടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കരയിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ഞാൻ കരയില്ല. കൂടുതൽ കണ്ടീഷനെ പറ്റി എന്താ പറയുക? ആരൊക്കെ ആണ് ചങ്ക് പോലെ നിന്നത്? എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും അവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. നിങ്ങൾ കുത്തിയിരുന്ന് കണ്ടിട്ട് വോട്ട് ചെയ്യണം, ഇഷ്ടമുള്ളവരെ വിജയിപ്പിക്കണം. ബൈക്ക് പിടിക്കൂ. ഓക്കെ, പോട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പറയാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ നമ്മൾ അറിയും. ബൈ 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 ബൈ. ചേട്ടനെ ഇത് ചാനലാ?
ഇന്ത്യൻ സിനിമ കാലത്ത് ഇന്നുണ്ട്. ഒന്നില്ല, ഇതാ മൈക്ക്. അല്ല ഞാൻ ഒരു പ്രേക്ഷകനിൽ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ ബിൻസി ആ ലാസ്റ്റ് മൊമെന്റിൽ ലാലേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഭയങ്കര വിഷമം വന്നിട്ടുണ്ട്. എന്നെ പറഞ്ഞു വിടാതിരിക്കാൻ പറ്റുമോ ലാലേട്ടാന്ന് വെച്ചാൽ അതൊരു ഭയങ്കര മൊമെന്റ് അല്ലേ ശരിക്കും? എന്തുകൊണ്ടാണ് അത് ഉള്ളിൽ നിന്ന് വന്ന ഒരു സംഭവമല്ലേ? എല്ലാം ഉള്ളിൽ നിന്ന് വന്നത്, അവിടുന്ന് ഒന്നും ഫേക്ക് ആയിട്ട് വന്നിട്ടില്ല. ഞാൻ എന്താണോ അതെല്ലാം അവിടെ സംഭവിച്ചതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. കുറച്ചുകൂടി ഉള്ളിൽ നിന്ന് വരാനുണ്ടായിരുന്നു, അതിനൊരു ടൈം എനിക്ക് കിട്ടി. കഴിഞ്ഞ ബിഗ് ബോസിൽ അങ്ങനെ രതീഷൊക്കെ പോയിട്ട് തിരിച്ചു വന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിൻസി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളത് താങ്കൾ തന്നെ പറയുന്നു. അപ്പോൾ ഇനി തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? തിരിച്ച് വിളിച്ച് അതെ ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന പെട്ടി അതുപോലെ തന്നെ ഞാൻ തുറക്കുന്നില്ല, ഞാൻ അത് തന്നെ പാക്ക് ചെയ്ത് അങ്ങ് പോയേക്കോ, ഒന്നും ആലോചിക്കുന്നില്ല. ഗെയിമർ എന്നുള്ള രീതിയിൽ എന്ത് പ്ലാൻ ആയിരിക്കും ചേഞ്ച് വരുന്നത്? അത് ഞാൻ ഇപ്പം പറയത്തില്ല, റിവീൽ ചെയ്യത്തില്ല. അവിടെയുള്ളവർക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ എന്ത് ഗെയിം പ്ലാൻ പുറത്തു പറഞ്ഞാലും. പക്ഷെ നിങ്ങൾ അതൊന്നും അറിയണം, നിങ്ങൾ കാണണം, കണ്ടിട്ട് എനിക്ക് വോട്ട് ചെയ്യണം. ഈ അനീഷിന്റെ ഗെയിം ചേട്ടൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാര്യമായിട്ട് കുത്തിയിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് ആൻസർ ചെയ്തിട്ട് അത് വിഷമമുണ്ടാ? ഞാൻ പറഞ്ഞു. അപ്പം അനീഷിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ട്? ഇല്ല. പക്ഷെ ഇത്രയും ആൾക്കാരും അനീഷിനെ എതിർത്തിട്ടും മനുഷ്യന് ഒരു സംഭവം അനീഷിനെ. എനി മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഉണ്ടോ? ആർജയാണ് തുറന്നു പറയും, തുറന്നു പറയേണ്ടതെല്ലാം തുറന്നു പറയും. ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ, ബാക്കി നമുക്ക് വഴി അറിയാം. താങ്ക് യു. തിരിച്ചൊരു പോക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്, വിളിച്ചാ അപ്പൊ പോയിരിക്കും. വിളിക്കാൻ പ്രേക്ഷകരും ബിഗ് ബോസ് ഒക്കെ തീരുമാനിക്കണം. ഈ സാധാരണ ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഡ്രസ് കോഡുകൾ വഴി അവിടുത്തെ കാൽക്കുലേഷൻ അറിയാൻ പറ്റുമായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു പ്ലാൻ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്. അത് ശരിക്കും ഒരു എഫക്റ്റീവ് ആയിട്ട് ആയെന്ന് തോന്നുന്നു. 7ന്റെ പണിയല്ലേ, എന്തും പ്രതീക്ഷിക്കാം, ഏതും പ്രതീക്ഷിക്കാം. അപ്പൊ അതുപോലെ തന്നെ ഈ സ്ത്രീകളെ മേക്കപ്പ് ഇല്ലാണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾ മേക്കപ്പ് ഇട്ടെങ്കിൽ കുറച്ചുകൂടി സുന്ദരികളായെന്ന് തോന്നാറുണ്ട്. സ്ത്രീകളെ മാത്രമല്ലോ, പുരുഷന്മാരോട് മേക്കപ്പ് ഇട്ടിട്ടില്ലല്ലോ. അല്ല, എന്നാലും സ്ത്രീകൾ കുറച്ചും കൂടി മേക്കപ്പ് ഇട്ടാണ് പുറത്ത് കാണാൻ. നമുക്ക് എത്ര മേക്കപ്പ് ഇടുന്ന പുരുഷന്മാരുണ്ട്. ചേട്ടൻ പെട്ട് പക്ഷെ ഈ മൈക്ക് ഞാൻ ചേട്ടൻ കൈകൊണ്ട് മേടിക്കാത്ത ഡ്രസ്സിൽ വെച്ചിട്ട് ഇറങ്ങാണ്. അതായത് സാധാരണ എന്ന് വെച്ചാൽ ബിഗ് ബോക്സിൽ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ഇത്തവണ മിസ്റ്റേക്ക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ട് അതിലേക്ക് മാറ്റിയായിരുന്നു. ഇപ്പോൾ സരിക പോലെയുള്ള ആൾക്കാരൊന്നും വലിയ ആക്റ്റീവ് അല്ല. അപ്പോൾ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പുറത്ത് പോകില്ലായിരുന്നു തോന്നുന്നു. ഇതിനെക്കുറിച്ച് ഒന്നും ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്നില്ല, നമുക്ക് കാണാം, പറയാം. ഓക്കെ. എനിക്ക് ജപ്പാനിലേക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ബിഗ് ബോസിൽ ചർച്ച ചെയ്യാൻ ഒരു കാര്യമായിരുന്നു. അതൊക്കെ എങ്ങനെ നോക്കിക്കാം? ആരും ഇതൊക്കെ ചർച്ച ചെയ്തത്? ഞങ്ങള് അപ്പാനി മാത്രമല്ല അക്ബറുമായിട്ട് ഞാൻ കൂട്ടാണ്. ഞങ്ങള് 3 പേരും അങ്ങനെ ഇടയ്ക്കിരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. അക്ബാനി ശങ്ക് ബ്രോയാണ്. അല്ല, ഇപ്പൊ ഈ ബിഗ് ബോസിലെ കൂടുതലും പരാതികൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ സ്ത്രീകളുടെ ടോയ്ലറ്റിലെ പുരുഷന്മാരുടെ യൂറിയം വരുന്നു എന്നുള്ളൊരു സാധനം സ്ത്രീകളെ പൊതുവെ ഇവിടെ ചർച്ച ചെയ്തിട്ടൊരു കാര്യമാണ്. അതിനൊക്കെ എങ്ങനെ നോക്കണം? ആരാ ഇതിനെ കുറിച്ച് പറഞ്ഞത്? പുറത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇടപെട്ട വിഷയമാണ്, അനുമോള് ഇടപെട്ട വിഷയമാണ്. പക്ഷെ സ്ത്രീയായുള്ള രീതിയിൽ നിങ്ങൾ ഇടപെടേണ്ട ഒരു കാര്യമില്ലായിരുന്നത്. അനുമോള് ഇടപെടേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇടപെട്ടിട്ടുണ്ട്. സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കും. പക്ഷെ ഇപ്പോഴല്ല, ഞാനിപ്പോ വന്നിറങ്ങിയതേ ഉള്ളൂ. ഒന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഈ ബിഗ് ബോസിൽ ആയിരിക്കും വിന്നർ ആവുന്നത് തോന്നുന്നത്. ഇപ്പൊ അപ്പാനി രവിനൊക്കെ കെട്ടിപ്പിടിച്ചിട്ടല്ലേ പുറത്തേക്ക് വന്നിരുന്നത്? അപ്പാനി രവിനെ മാത്രമല്ല, ഞാൻ എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ടാവുന്നത്, എല്ലാവരും കെട്ടിപ്പിടിച്ച് സംസാരിച്ചിട്ടാവുന്നത്. കൂടുതൽ അപ്പാനി രവിക്കല്ലേ കൂടുതലും ചേച്ചി കൂടുതലും അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതിനൊരു മറുപടി എന്ത് മറുപടി? എല്ലാരും അവിടെ ഉള്ളവർ എല്ലാരും എന്റെ ഫ്രണ്ട്സ് ആണ്, എല്ലാരും ഒരു ഫാമിലി പോലാണ്. അപ്പം എല്ലാരും കെട്ടിപ്പിടിച്ച് ബൈ പറഞ്ഞു. ബിഗ് ബോസിൽ രേണുസുതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ബിഗ് ബോസിന് കണ്ടസ്റ്റന്റ് ആയിട്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഏത് ചാനലാ? ഞാൻ ജിഞ്ചർ മീഡിയ. നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അത്രമാത്രം ഹെയ്റ്റ് വരുന്നുണ്ട് രേണുസുതിക്ക് ബിഗ് ബോസിൽ. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ കാരണം ഇതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, നമുക്ക് പിന്നെ കാണാം. ഈ പറഞ്ഞ പോലെ ഈ അനുമോളുടെ കാര്യം, അനുമോളുടെ കാര്യമാണെങ്കിലും ബിഗ് ബോസിൽ ഒരുപാട് കരച്ചിൽ കാർഡ് എടുക്കുന്നു. ഇതിനൊക്കെ എങ്ങനെ നോക്കിക്കാണും? കാരണം ഗെയിമർ ആയിട്ടുള്ള ഞാൻ ചോദിക്കാൻ കാരണം ഇതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നാലും നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വന്നേല്ലേ, ഇതൊന്നും മറക്കരുത്, ഇതൊക്കെ ഓർത്ത് വെച്ചോ. നമുക്ക് കാണാം. ഒരു കാര്യം പറയട്ടെ, ലാസ്റ്റ് അല്ല, ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴും ബിൻസി എന്നുള്ളൊരു കാരണമുണ്ടായ മാറ്റം. ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങാൻ നിങ്ങൾ എന്നെ സമ്മതിച്ചോ? എയർപോർട്ടിന്റെ അകത്തേക്ക് സെക്യൂരിറ്റി വിടാത്തോണ്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്? ഞാൻ വന്ന് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി വേണം എന്റെ വീട്ടുകാരേക്ക് ഒന്ന് കാണാൻ. നേരെ കോട്ടയത്തിന് പോകണം, ആലപ്പുഴ പോകണം. സോ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവില്ല. നമുക്കിപ്പോ മാറ്റങ്ങൾ നിങ്ങൾ വഴി അറിയും, ഞാൻ എല്ലാം നിങ്ങളെ അറിയിക്കും. ഇപ്പൊ നിങ്ങൾ എന്റെ ഫാമിലി ആയിട്ടുണ്ട്. സോ എല്ലാം വഴി അറിയും. ആർക്കെതിരെയും ഒരു വിദ്വേഷം പോലെ തോന്നുന്നുണ്ടോ ബിഗ് ബോസ്? ഒരിക്കലും ഈ എവിക്ഷൻ പ്രഡിക്റ്റബിൾ ആയിരുന്നു മുന്നേ? ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാ? അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അല്ല, ഇപ്പോഴും ബിഗ് ബോസിൽ തുടരുന്ന ഇപ്പൊ എന്നുവെച്ചാൽ അതിലുള്ള ആൾക്കാർ എവിക്ഷൻ ആയി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പോട്ടെ. ഓക്കെ, ഞാനൊന്ന് പോട്ടെ, നമുക്ക് കാണാം കേട്ടോ.
അയ്യോ ബിൻസി നോക്കട്ടെ. സുഖമാണോ? ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? വിഷമുണ്ട്, മുഖത്ത് വിഷമമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ലില്ല, ഞാൻ അങ്ങനെ വിഷമിക്കുന്ന ആളല്ല. സങ്കടം വരും മനുഷ്യരാകുമ്പോ, പക്ഷേ ഞാനത് ഓവർകം ചെയ്യും. കാരണം ഒറ്റയ്ക്ക് വഴിവിട്ട് വന്ന ആളാണ്. ഈ ബിഗ് ബോസ് കഴിഞ്ഞ ഔട്ടായ സമയത്ത് ചേച്ചിനെ ഓട്ടോയിലെ കൊണ്ടുപോയ അത് പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ചില സമയങ്ങളിൽ അത് അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പോയത്. പക്ഷേ ബിഗ് ബോസ് ഒരു പരിഹസിച്ചതാണെന്ന് പറഞ്ഞ് ഭയങ്കര പരാമർശം ബിഗ് ബോസ് നടക്കുന്നുണ്ട്. അതിനോടൊക്കെ എങ്ങനെയാണ് ഒരു തോന്നുന്നത്? അല്ല, അത് നമുക്കത് ഞാനൊന്ന് പോയിക്കോട്ടെ. കാരണം നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി ഞാൻ തരും. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി ഞാൻ തരും. ഇപ്പൊ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ. ഔട്ടാവില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ്? ബിഗ് ബോസ് അല്ലല്ലോ. അതെനിക്കറിയാം. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. RJ ബിൻസിടാ. അത് അടിപൊളിയുണ്ട്, അത് രക്ഷയില്ല. താങ്ക് യു, പോയിക്കോട്ടെ, ബൈ. സൈനിങ് ഓഫ്. അതെ, ദിസ് ഈസ് RJ ബിൻസി സൈനിങ് ഓഫ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ റേഡിയോ ഞാൻ അവിടെ തന്നെ ഉണ്ട്. എന്റെ ശബ്ദം അവിടെ പോകുന്നുണ്ട്. ഞാൻ അവിടെ തന്നെ കാണും. എനിക്ക് തോന്നുന്നു ബിൻസിയുടെ ഗെയിമിംഗ് അവിടെ വേറെ കുറേ ആൾക്കാർ കളിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രം നല്ല ഗെയിമറായിട്ട് ബിൻസി കളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫയർ ഗേൾ എന്നുള്ള രീതിയിൽ ബിൻസിനെ ക്ലോസ് ഒക്കെ അല്ലേ ഞാൻ ഇച്ചിരി ഇറങ്ങി നിൽക്കാം. എനിക്ക് വേണം തോന്നി. അല്ല, അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു ബിൻസിയുടെ. ബിൻസി പറയേണ്ടതായിരുന്നല്ലോ. എനിക്കിവിടെ ആരും വിശ്വാസമില്ല അല്ലേ? ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ കാണുന്ന ആൾക്കാരല്ലേ, നമ്മൾ അതിനനുസരിച്ചല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതനുസരിച്ച് മറുപടി പറയേണ്ടതും ഇത്രയും മറുപടി ആരെങ്കിലും ഇറങ്ങി ഉടനെ തരുമോ നിങ്ങൾക്ക്? നല്ല കളിക്കാർ പുറത്താകുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ടാവും. ആ വിഷമം നിങ്ങളോട് ഞങ്ങൾ അറിയണ്ടേ, ആൾക്കാർ അറിയണ്ടേ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നിങ്ങളൊരു ഇന്റർവ്യൂ എന്നെ വിളിക്കുമോ? നമുക്ക് സംസാരിക്കാം. ഇതാ ഇന്റർവ്യൂ. ഇത് പറ്റത്തില്ല. ഏത് ഇന്റർവ്യൂ അത് ശരി, അത് ശരിയാട്ടോ. അത് നമ്മൾ കറക്റ്റായി ക്ലിയർ ആയിട്ട് ചോദിക്കുന്നത്. ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള കോണ്ടന്റാണ് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ കൊറേ കിട്ടിയില്ലേ? കൊറേ മറുപടി തന്നില്ലേ? ഒരു മറുപടി ബിൻസി തരുന്നില്ല. ചേട്ടാ, ഞാൻ മറുപടി ഒന്നില്ലേ? ഒരൊറ്റ ചോദ്യം, ബിഗ് ബോസിൽ ആര് വിന്നറാവും? അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഇറങ്ങിയതല്ലേ ഉള്ളൂ, സമയമുണ്ട്. ഇല്ല, അത് പറയാൻ സച്ചിൻ. ഇഷ്ടപ്പെട്ട 5 കളിക്കാർ. നിങ്ങൾ കാരണം വണ്ടിക്കാരൻ പോയി. ഇതിനൊരു പരിപാടി ഇങ്ങനെയാണ്. മുൻഷി രഞ്ജിത്ത് പോയായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് വീട്ടിലെ എവിക്ഷൻ ആയി കഴിഞ്ഞപ്പോൾ ആള് അറിഞ്ഞാണല്ലോ. ആള് നിങ്ങളോട്ട് പോലും പൈ പറയാതെയാണ് പോയത്. അപ്പൊ ഉൾക്കൊണ്ടില്ല. ഇപ്പോഴും വീട്ടിൽ അടച്ചിരിക്കുക ബിഗ് ബോസ് ആർക്ക്. ആണോ? ഭയങ്കര വിഷമമായി. എപ്പോഴും ഓഫ് ചെയ്യുന്നേ? സെപ്റ്റി ടാങ്ക് എന്നൊക്കെ പറഞ്ഞ് രേണുസുദ്ദീനെ വിളിച്ചായിരുന്നല്ലോ. അതൊരു പെണ്ണിനെ വിളിക്കേണ്ട ഒരു പേരാണ്. നിങ്ങൾ തന്നെ പ്രതികരിച്ച ഒരാളാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്റെ പ്രതികരണം അവിടെ കേട്ടില്ലേ? അപ്പം ഇല്ല, കേട്ടില്ല. പ്രതികരിച്ച ഒരാളാണെന്ന് പറഞ്ഞു. പ്രതികരിച്ചു. അങ്ങനെ എന്താണ് ബ്രോ? അങ്ങനല്ല, അത് ആൾക്കാർ ചർച്ചയാക്കിയില്ല. ബിൻസി അതിനെ പ്രതികരിച്ചു. വണ്ടി തന്നെ പോകും. ശരി, ബ്രദർ പോയി കാറിൽ. സമയമുണ്ടല്ലോ. പറഞ്ഞു. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള ഒരു കളിയാക്കലുകളൊക്കെ ഇന്ന് വേറെന്തെങ്കിലും ഒറ്റയ്ക്കൊരു കാര്യം ചോദിച്ചാൽ, ഈ അക്ബറും ശരത്തും അവർക്കൊരു ഗെയിം പ്ലാൻ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്റ്റീവ് അല്ലാത്തവരെ അല്ലെങ്കിൽ അവരുടെ കൂടെ വന്നിട്ട് ആക്റ്റീവ് അല്ലാക്കുന്ന രീതിയിൽ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന രീതിയുണ്ട്. ബിൻസിയിൽ പെട്ടുന്നതെന്ന് തോന്നുന്നു. ഒരിക്കലും ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്നത്. ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനാണ് പോയത്. തിരിച്ചു വരുന്നത് ഒറ്റയ്ക്ക് കണ്ടില്ലേ? അത് കാരണം ചിലപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വിടാറില്ലേ? നിങ്ങൾ എപ്പോഴും ബിഗ് ബോസ് കാണുന്ന ആൾക്കാരല്ലേ? പക്ഷേ ഞങ്ങൾക്ക് ബിൻസിനെ വിട്ടത് ശരിയായില്ല എന്ന് തോന്നുന്നത്. കാരണം ബിൻസി ലാസ്റ്റ് പേരുണ്ടാവുന്ന അർഹനായ ഒരാളായിരുന്നു.
എങ്ങനെ 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 ലാസ്റ്റ് ഫൈവ് ഉണ്ടാവേണ്ട ഒരാളായിരുന്നു. അവിടെ ഫയറായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി നൽകുന്ന ആൾക്കാരാണ് ബിഗ് ബോസിൽ വേണ്ടത്. ഇപ്പോൾ രേണുസുതി പോലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ കരയുന്ന സമയങ്ങൾ മാത്രമാണ് അവരിപ്പം സെറ്റ് ടാങ് എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ എടുത്തുകൊണ്ടിരിക്കുക. വേറെ ഒരു കണ്ടന്റ് അവർ പുറത്തേക്ക് കൊടുക്കില്ല. ആ ഒരു വിഷയങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതികരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമുക്ക് കണ്ടന്റ് ഉണ്ടാകുന്ന വെച്ചാൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങളൊരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾ വരുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ മനസ്സിലായി മനസ്സിലായി. ഞാനും ഇപ്പൊ ഇങ്ങോട്ട് വന്നിറങ്ങിയതല്ലേ ഉള്ളൂ. ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഒറ്റയടിക്ക് ഇത്രയും ചോദ്യങ്ങൾക്ക് ആൻസർ തന്നില്ലേ? ആരെങ്കിലും ഇടയ്ക്കോ ചേട്ടനൊക്കെ ഒരു 5-10 ചോദ്യം ചോദിച്ചു, ആൻസർ തന്നില്ലേ? എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, കേട്ടിരിക്കാനും ഇഷ്ടമാണ്. ഞാൻ പറയും, നിങ്ങൾ ചോദിക്കുന്ന എല്ലാം മറുപടി പറയും. റീഎൻട്രി ആയിട്ട് പ്രതീക്ഷിക്കും. വിളിച്ചാൽ പോകും, ഉറപ്പായിട്ടും പോകും, ഉറപ്പായിട്ടും. ലാസ്റ്റ് പറയാതല്ലോ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കും. ഞാൻ പൊതുവെ എങ്ങനെ അത്ര എന്താണോ ഇല്ലാത്ത ആളാണ്. ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് ആരുടെ അടുത്താണെങ്കിലും മുഖത്ത് നോക്കി പറയുന്ന ആളാണ്. ചേട്ടനെന്താ ഇത്ര നേരം വരാഞ്ഞ്? അവിടെ ഉള്ള എല്ലാവരും ഫ്രണ്ട്സ് ആണ്. സോ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പുറത്ത് ഇല്ല, അങ്ങനൊന്നും ഇല്ല. എല്ലാവരുമായിട്ടും കമ്പനിയാണ്. പിന്നെ നമ്മളധികം കൂട്ടുകൂടി വൈബ് ചെയ്യാനല്ലല്ലോ അവിടെ പോകുന്നത്. എത്രയൊക്കെ നമ്മൾ കൂട്ടാണെങ്കിലും ഗെയിമാണ് നമ്മുടെ എല്ലാവരെയും മനസ്സിൽ. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്ന ആൾക്കാരാണ്. ഒരൊറ്റ ട്രോഫിക്ക് വേണ്ടിയാണ് എല്ലാവരും അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കും. നോ ഐഡിയ. ഓക്കെ, വണ്ടി എന്താ ഇതൊക്കെ എനിക്ക് ഇന്റർവ്യൂവിൽ പറയാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കല്ലേ? വിത്ത് പേയ്മെന്റ് ഇതൊക്കെ ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ വിളിച്ചാൽ മതി. ബിൻസി ഇത്രയാണ് വാങ്ങുന്നത് ഗൈസ്, അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് തമ്മിലിടാനല്ലേ? അതിനുള്ള മറുപടിക്ക് ഞാൻ ഇവിടെ കൊടുത്തു. ഇവരുടെ അടുത്ത് വിഷ്വൽ മേടിച്ചിരുന്നോ കേട്ടോ. കുറച്ച് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നു. എന്റെ ബ്രദറിന്റെ അടുത്തായിരുന്നു ഫോൺ. നോക്കണം, ഒന്നും നോക്കിയിട്ടില്ല ഇതുവരെ. എപ്പിസോഡ്സ് കണ്ടിട്ടില്ല, എല്ലാം കാണണം. പിന്നെ എല്ലാവർക്കും തരാനുള്ളതൊക്കെ ഞാൻ എല്ലാവർക്കും തരുന്നുണ്ട്. ഈ അനീഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം കോമഡർ ഭയങ്കര ഇഷ്ടം പറ്റി പുറത്ത് നിന്ന ഒരാളാണ്. ഇഷ്ടം പിടിച്ചു പറ്റിയൊരു ക്യാരക്ടറാണ്. കോമഡറായിട്ട് ആള് അത്രയും ഒരു ഹാർഡായിട്ട് നിങ്ങളോട് സംസാരിച്ചപ്പോഴും എനിക്ക് അനീഷിന്റെ സൗണ്ട് ബിഗ് ബോസിൽ കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ അവസ്ഥ ഞാൻ ആലോചിച്ചു. അപ്പൊ അനീഷിന്റെ ആ ഒരു ഗെയിമിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വ്യക്തമായിട്ടാണ് പുള്ളി. എന്നെ സംബന്ധിച്ച് ഞാൻ ബിഗ് ബോസ് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? ആ ക്ഷമിച്ചത് ഇത്ര നാളെ ക്ഷമിച്ചത് എങ്ങനെയായിരുന്നു? അതിനുള്ള മറുപടി ഞാൻ ബിഗ് ബോസിൽ വെച്ച് തന്നെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. എപ്പിസോഡ്സ് കണ്ട ആളല്ലേ, പറ ഞാൻ എന്താ പറഞ്ഞതെന്ന്. ബ്രോ, ദിസ് ഈസ് ചീറ്റിംഗ്. അതിനെയാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ ഇഷ്ടംപോലെ മറുപടികൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ കണ്ടന്റുകളൊന്നും നമുക്ക് കാണാനായിട്ട് കിട്ടുന്നില്ല. അതെന്താ? നിങ്ങൾ ഫുൾ ടൈം 24 hours ഇരുന്ന് കാണും. ഇത് എഡിറ്റഡ് ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല, എല്ലാം ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. ലൈവും എഡിറ്റഡ് ആണ്. നമ്മളൊരാളെ ലൈവായിട്ട് 24 മണിക്കൂർ കാണിക്കുന്നില്ല. ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ ലൈവിലാണേലും ഈ എഡിറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് വരുന്നത്. അത് നിങ്ങൾ പറയുന്നതല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ബിൻസിനെ മാത്രം 24 മണിക്കൂർ ഒരു രീതിയിലും കാണിക്കുന്നു. അവിടെ 1072 ക്യാമറ ഇല്ലേ ബ്രോ? നമുക്ക് ചോദിക്കാം. എന്നോട് ചോദിക്കാം. തീർന്നോ? ഞാൻ വീട്ടിലോട്ടൊന്ന് പോയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു. ഇനി ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. ഞാൻ പറയത്തില്ല. നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചില്ലേ? പറയണോ? അതിനോട് അസൂയ വന്നിട്ടാണോ അനുമോള് ജിസേലിന്റെ മേക്കപ്പ് ഒക്കെ കട്ടെടുത്തെന്നൊക്കെ പറഞ്ഞു? അത് അനുമോളോട് ചോദിക്കണ്ടേ ബ്രോ? എനിക്ക് അസൂയ വന്നില്ല. അനുമോള് വരുമ്പോ ഇതൊക്കെ ചോദിക്കണം, മറന്നു പോകരുത്. അനുമോള് ഇങ്ങനെ ചെയ്തതൊക്കെ എങ്ങനെയാ കാണുന്നത്? ഞാൻ കണ്ണുകൊണ്ടാണ് കാണുന്നത്. എന്റെ എല്ലാം തിരിച്ചു കിട്ടി. പണിപ്പുരയിലെ കുറച്ച് ക്ലോത്ത്സ് ഉണ്ട്, അതുകൂടെ വേണം. പോരെ, കിട്ടിയില്ലേ? കണ്ടന്റ് കിട്ടിയില്ലേ? നിങ്ങളിങ്ങനെ ബ്ലോക്ക് ആക്കിയിരിക്കല്ലേ? ബിൻസി, ഈ പ്രാവശ്യം ഈ ഒരു സംഭവം വന്നല്ലോ, ഈ ഡ്രസ്സ് മേക്കപ്പ് ഇതൊക്കെ. ഇത് ബിൻസിക്ക് കിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് കിട്ടുള്ളൂ ഇതിന്റെ പണിയാണ്? അല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഒരാഴ്ച ഒരു ഡ്രസ്സാണ് ഇടുന്നത്. കണ്ടിട്ട് എന്താ തോന്നിയത്? 8 മണിയായിട്ടുള്ള രീതിയിൽ തോന്നിയത്. അത് ഒരു മനുഷ്യലംഘനമല്ലായിരുന്നോ? മനുഷ്യലംഘനോ? എന്തിലെങ്കിലും
കാരണം ഒരാളെ ഇവരാദ്യം കുറച്ച് മലയാളം പഠിപ്പിച്ചു കൊടുത്തേ. അനീഷേട്ടനെ വേണോ മലയാളം പഠിപ്പിക്കാൻ? ബിഗ് ബോസ് നേരത്തെ ഉണ്ടായിരുന്ന സീസണുകളിൽ വെച്ചിട്ടൊരു നിലവാരം കുറഞ്ഞതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് കണ്ടന്റുകൾ ക്രിയേറ്റ് ആവുന്നില്ല, കണ്ടന്റ്സുകൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? മത്സരാർത്ഥികൾ ആരങ്ങനെ പറഞ്ഞേ? ആരങ്ങനെ പറഞ്ഞേ? അല്ലാണ്ട് അവിടെ പോണവര് പറയുന്നില്ലോ, രക്ഷകരാണ് പറയുന്നത്. നിർത്തിക്കോടെ ഇതൊന്ന്. മത്സരാർത്ഥി എന്ന നിലയിൽ വിൻസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാം ചേട്ടാ, ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്ക് ആൻസർ പറയാൻ ഐ എം ഇൻട്രസ്റ്റഡ്. നമുക്ക് പറയാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. വീണ്ടും പോകാൻ പറ്റട്ടെ. ഓക്കെ ബൈ. ഇവിടം വരെ വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെയൊക്കെ ഞാനിപ്പോൾ ആലപ്പുഴയ്ക്ക് പോകും. അവിടുന്ന് നേരെ റേഡിയോയിലേക്ക് കോട്ടയത്തായിരിക്കും. ഞാൻ റേഡിയോ ഒന്ന് ലീവ് എടുത്തിട്ടല്ലേ പോകുന്നത്. ഞാൻ ഫുൾ ടൈം അവിടെ കാണും. RJ ബിൻസിനെ നാളെ തൊട്ട് കേൾക്കാൻ പറ്റും. ഇനി ബിൻസിന്റെ ലൈഫ് എങ്ങനെയായിരിക്കും? മാറ്റം ഉണ്ടാവോ അതോ ഇതേപോലെ തുടരാൻ? എന്ത് തോന്നുന്നു? നമ്മൾ ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. തമിഴ് ബിഗ് ബോസിൽ, ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. ബിൻസ് ആഗ്രഹം ഉണ്ടെന്നാ? നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പോണം. പോസിറ്റീവ് വ്യക്തമായിട്ട് പറഞ്ഞാലേ ആൻസർ പറയാൻ പറ്റുള്ളൂ. ആഗ്രഹമുണ്ട്. അപ്പൊ ബിൻസിക്ക് ആഗ്രഹമുണ്ടോ? അതിനെ കുറിച്ച് ഞാൻ പറയാം. ബിഗ് ബോസിൽ ഇറങ്ങിയിട്ട് ഫോൺ കിട്ടിയിട്ട് ആദ്യം ഇറങ്ങാൻ വിളിച്ചത് ആദ്യത്തെ ഫോൺ ആദ്യം ചാച്ചനെ വിളിച്ചു. അച്ഛൻ? അതെ, ചാച്ചൻ എന്ന് പറഞ്ഞ അപ്പൻ. ചാച്ചനെ വിളിച്ചു, സംസാരിച്ചു. അമ്മ എന്ത് പറഞ്ഞു? അമ്മേനെ കുറിച്ച് പറയാൻ സംസാരിക്കണമായിരുന്നു. അമ്മയും ചാച്ചനും ഒക്കെ വൻ സപ്പോർട്ടാണ് എന്നെ എല്ലാ കാര്യത്തിലും. അത് കാരണം നമ്മള് വളരത്തില്ലല്ലോ. മറ്റേ ഫോണൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന വളരെ ഒരു പ്രോബ്ലം ഒരു കാര്യമില്ല. അതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ഫോൺ അതിനെ കുറിച്ച് ഞാൻ പറയാം. ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. ഡ്രൈവർ ഭയങ്കര മോശമായിട്ട് കൈ വേദന. നിങ്ങളെ കണ്ട് പേടിച്ചിട്ടാ. നിങ്ങൾ നിർത്തൂ. ഞങ്ങൾ വണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ഞങ്ങൾ കൂടെ വന്നൊന്നുമില്ലല്ലോ. ഒന്ന് വിളിക്കട്ടെ. വിളിക്കാൻ സമയം തരുമോ? തീർച്ചയായും. എന്തിനാ സ്പേസ് കളയുന്നേ? ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? ഞാൻ പോട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എല്ലാരും കയറി RJ ബിൻസിന് നോക്ക്. ഫോളോവേഴ്സ് കൂടുന്നുണ്ടോ പറയാൻ പറ്റുമോ? ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. ഞാൻ എന്നാ പറയാനാ? പൊക്കോട്ടെ. ഇനിയെങ്കിലും ഞാൻ പൊയ്ക്കോട്ടെ. ചെലവൊന്നുമില്ലേ? നല്ല ചെലവാ. ഞാൻ പോട്ടെ. ബിഗ് ബോസിൽ അല്ലല്ല, ഞാൻ ബിഗ് ബോസിൽ ഇടണമെന്ന് വിചാരിച്ച് മേടിച്ചോണ്ട് ഒരു ബ്രിക്കൻ സ്റ്റോക്കിന്റെ ചെരുപ്പാണത്. ഇടാൻ പറ്റില്ല. എന്തെങ്കിലും അവിടെ കൊടുത്തിട്ടൊന്നുമില്ലല്ലേ? ബിഗ് ബോസിന് ഞാൻ കുറച്ച് കണ്ടന്റ് കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹൃദയം കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഈ ഹൃദയം അങ്ങനെ ചുമ്മാ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് ഇപ്രാവശ്യം എന്തായാലും പ്രണയം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഒരു പ്രണയം എന്നാലും തോന്നുന്നുണ്ട് ആർക്കെങ്കിലും പ്രണയിക്കാം. രേണുസുതിക്ക് പ്രണയം ഉണ്ടാവോ ഈ പ്രാവശ്യം? അയാൾ വന്നില്ലല്ലോ. നോ ഐഡിയ. ഐഡിയയുടെ സിം ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യോ? നിങ്ങൾ സംസാരിക്കും RJയുടെ ബിൻസി പെട്ടിയെടുത്ത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്തായിരുന്നു. ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടോ? കാണിച്ചു തരണോ? കാരണം നിങ്ങൾ ആണോ രഞ്ജിത്ത്? നമ്മളെവിടെ കണ്ടിട്ടുണ്ടോ? ഞാൻ പണ്ടോട്ടേ സംസാരിക്കുന്ന ആളാണ്. പോസിറ്റീവ് ആണോ അല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ പോസിറ്റീവായിട്ട് തോന്നിയോ? ഭയങ്കര പോസിറ്റീവാ. ഭയങ്കര പോസിറ്റീവാ. അത് ഞാൻ ഓപ്പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഗായ്സ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ്. ഉറങ്ങുന്ന സമയത്തുള്ള ഒരു ടാസ്ക് ഉണ്ടല്ലോ, അത് പേടിച്ചായിരുന്നു ശരിക്കും? ഇല്ല ഇല്ല. വണ്ടി ഇറങ്ങി പോകുന്ന ഭയം ഇല്ല, ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ഇല്ല, അതിന് അങ്ങനെ പേടിയൊന്നുമില്ല. എനിക്ക് ഇറങ്ങാൻ പേടിയില്ല. ഓക്കെ ഗായ്സ്, ബൈ, ലവ് യു, താങ്ക് യു ഫോർ കമ്മിങ്. അപ്പൊ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരണമെന്നാണ് വിചാരിച്ചത്. അപ്പൊ നിങ്ങളിങ്ങനെ വീഡിയോ എടുക്കുമ്പോ എന്റെ കെർവില് ഞാൻ പോണെന്ന് വിചാരിച്ചു. പക്ഷെ അയ്യോ, ഡ്രൈവർ ഇല്ല. അറിയില്ല. ഡ്രൈവർ വന്നു. ബൈ. അപ്പൊ ബൈ, ലവ് യു, താങ്ക് യു. അപ്പൊ ഫൈനലി കാണാം. ഓക്കെ. എന്റെ കസിനാണ്. ഭയങ്കര എനർജി ആയിരുന്നു. പക്ഷെ തോറ്റുപോയില്ല. ഭയങ്കര
ഇല്ല മീൻസ് അങ്ങനെ വിഷമിക്കത്തില്ല ചേട്ടാ. എന്തായാലും ചേട്ടന്മാർക്ക് നന്ദി. സപ്പോർട്ട് ചെയ്യാ, കീപ് സപ്പോർട്ടിങ്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോണെന്ന് വിചാരിച്ചു, ബിൻസി അപ്പൊ തന്നെ കയറി. നിങ്ങളിത് ഓഫ് ആക്കണ്ടേ, എന്തെങ്കിലല്ലേ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഗ്യാപ്പ് എടുത്തു. പോട്ടെ ബൈ ബൈ. ഓക്കെ ബൈ.